ഇതാണ് ശ്രീ ജോർജ് ജോസഫ്. അച്ഛൻ മരിച്ച ശേഷം കിട്ടിയ ജോലിയാണ്. അമ്മയ്ക്ക് വയ്യാതായതുകൊണ്ട് 1 മാസം അവധിയെടുത്ത് അമ്മയെ നോക്കുന്ന മകനായിരുന്നു. ആ മകനെയാണ് അമ്മയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന് നേരത്തെ ഉണ്ടായിരുന്ന സർക്കിളിനെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നാണ് ശ്രീ ജോയ് പറഞ്ഞത്. താങ്കൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം മുഴുവൻ കേട്ടല്ലോ. ഈ പണമെങ്കിലും പോലീസിൽ നിന്ന് ഈടാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞാൻ ജോയി പറയുന്നതോട് യോജിക്കുന്നേ ഇല്ല. കാരണം ഇങ്ങനെ വടം കെട്ടാൻ പാടില്ല, ഒരിടത്തും കെട്ടാൻ പാടില്ല. അതാണ് നിയമം. കേരള പബ്ലിക് വേസ് റെസ്ട്രിക്ഷൻ ഓഫ് അസംബ്ലി ആൻഡ് പ്രൊസഷൻ ആക്ട് 2011 ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് VIP വന്നാലും പൊതുജനങ്ങളുടെ ആ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ അങ്ങനെ ഒരു വടം കേരളത്തിൽ ഒരിടത്തും നീ കെട്ടരുത്, അങ്ങനെ കെട്ടാനും പാടില്ല. അതിന് വേറെ മാർഗ്ഗങ്ങൾ ധാരാളം ഉണ്ട്. വടം കെട്ടുന്നതൊക്കെ എപ്പോഴും ആൾക്കാർ കൂട്ടം ഉണ്ടാകുമ്പം ആൾക്കാർ തള്ളി വരാതിരിക്കാൻ അവരുടെ മുൻവശത്ത് നീളത്തിൽ വടം കെട്ടും. അല്ലാതെ റോഡ് കുറുകെ ഇതുപോലെ അവിടം വരുത്തുന്ന കെട്ട് ഒരിക്കലും പോലീസ് കെട്ടാൻ പാടില്ല, പോലീസ് കെട്ടത്തുമില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ജവഹർലാൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരായിട്ടാണ് ബെഹ്റ ഒരു സർക്കുലർ ഇറക്കിയത്. ഇതൊക്കെ സാമാന്യ ജനങ്ങൾക്ക് അറിയാവുന്ന ബുദ്ധി പോലും പോലീസിന് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് അത് ന്യായീകരിക്കാനും കഴിയില്ല. അടിയന്തരമായിട്ട് ആ കുട്ടിക്ക് കാരണം ആ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ്. 28 വയസ്സുണ്ട്. അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഉണ്ടാക്കുന്ന കഥയായിരിക്കും. അതിനിപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് വരുമ്പോൾ അറിയാം. അയാൾ അതിൻ്റെ അടുത്ത് അയാളുടെ കൂട്ടുകാരെ അവിടെ വിഷുവിന് എന്തോ ആഘോഷത്തിന് പോയിട്ട് അയാൾ 10 മണിയാകുമ്പം വീട്ടിലോട്ട് വരികയാണ്. ലൈസൻസ് ഇല്ലായിരിക്കാം. ലൈസൻസ് ഇല്ലെങ്കിൽ ഒരാളെ കൊല്ലാൻ പറ്റുമോ? മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ കൊല്ലാൻ പറ്റുമോ നമുക്ക്? ഇത് പോലീസിൻ്റെ ഭാഗത്തെ വീഴ്ച കൃത്യമാണ്, അതിന് യാതൊരു സംശയമില്ല. ഒരിടത്തും കേരളത്തിൽ ഇതുപോലെ കെട്ടരുത്. ഇത് അപകടം ഇനിയും ഉണ്ടാവും. ഇതിന് എന്നാ സർക്കുലർ വന്നാലും ശരി, ഇതുപോലെ കെട്ടാൻ പോകുന്ന സ്ഥലത്തെല്ലാം അപകടമുണ്ട്. ഇതല്ലാതെ എത്ര പേര് ഈ വയറിന് റോഡിൻ്റെ കുറുകെ കിടന്ന അറിയാം, കേബിൾ വയർ കുരുങ്ങി എത്ര സ്ത്രീകൾ മരിച്ചിരിക്കുന്ന ഒരു സ്കൂട്ടറിൽ. അപ്പോൾ അത് സർവ്വസാധാരണമാണ്. ഒരു സാധനം അങ്ങനെ തൂങ്ങിക്കിടക്കാനും പാടില്ല, റോഡ് കുറുകെ കെട്ടാനും പാടില്ല. ഇതുപോലെ ഓരോ പയ്യന്മാർ വരുമെന്നേ. അത് ആ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ഇതുപോലെ ഓവർ സ്പീഡും വരും. ആ പോലീസുകാർ നിരന്നങ്ങ് നിന്നാൽ എന്തായിരുന്നു കുഴപ്പം? ഇവർ കയറ് കെട്ടാതെ പോകുന്നവർ പോട്ടെ, അങ്ങനെ അപകടമൊന്നും ഉണ്ടാകത്തില്ല. അവർ ഓവർ സ്പീഡിലുണ്ടെങ്കിൽ അവർ പോട്ടെ, അവർ വിട്ടുകളയുക. അവർക്കെതിരായിട്ട് നടപടി എടുക്കുന്നില്ലേ നല്ലത്? അല്ലാതെ ഒരു കുടുംബം നശിപ്പിക്കാൻ, ആ കൊച്ചിൻ്റെ ജീവൻ കളയാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? അതൊന്നും ന്യായീകരിക്കാൻ കഴിയത്തില്ല. പോലീസിന് അങ്ങനെ ഒരു റൂളും ചട്ടമൊന്നുമില്ല. കൃത്യമായിട്ട് എല്ലാ കാര്യത്തിലും പോലീസ് സ്റ്റാൻഡിങ് ഓർഡേഴ്സിൽ കിടപ്പുണ്ട്, ട്രാഫിക് റൂളിനകത്ത് കിടപ്പുണ്ട്. ഇങ്ങനെയൊന്നും അതൊക്കെ ഓരോരുത്തരും മനോധർമ്മം മനസ്സിൽ അവിടെ ഇരിക്കുന്ന ഓഫീസർമാരുടെ വിവരക്കേട് കൊണ്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. അങ്ങനെ കെട്ടിയോണ്ട് ഇപ്പോൾ അപകടം നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ കെട്ടിയോണ്ട് കവടിയാറിലുണ്ടായ സംഭവം നമുക്ക് മനസ്സിലായല്ലോ. എത്ര പേര് കൊല്ലപ്പെടുന്നു, മരണപ്പെടുന്നു. അതുകൊണ്ട് ഗവൺമെൻറ് ഈ വടംകെട്ടിൽ നിർത്തണം. ഒരിടത്തും ഉണ്ടാകുന്നൊക്കത്തില്ല. അത് കേരള പബ്ലിക് വേസ് ആക്ട് ഉണ്ട് 2011, അതിനകത്ത് കൃത്യം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇതുപോലെയുള്ള VIP വരുമ്പോൾ റെസ്ട്രിക്ഷൻ ഓഫ് അസംബ്ലീസ് ആൻഡ് പ്രൊസഷൻ, അതിനുള്ള ഈ ആക്റ്റാണ്. അത് VIP വരുമ്പോൾ അത് ആപ്ലിക്കബിളാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക്കിന് ഒരു തരത്തിൽ തടസ്സം ഉണ്ടാക്കാനും പാടില്ല എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ധാരാളം മാർഗ്ഗങ്ങൾ, ഞാനത് വിവരിക്കുന്നില്ലെന്നേ ഉള്ളൂ, പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇതുപോലെ ആ ഒരു വഴിക്കൂടെ നേരത്തെ ജോയി പറഞ്ഞ പോലെ അവിടെ ത്രെട്ടിൻ്റെ കാര്യം ബ്ലൂ ബുക്കും അതുപോലെ ത്രെട്ടിൻ്റെ ഒക്കെ കാര്യം വേറെ നോക്കിയില്ല. ഇത് അല്ലാതെ അവിടെ എസ് എ റോഡ് ജംഗ്ഷനാണത്. വളഞ്ഞമ്പലത്തെ എസ് എ റോഡ് കുറുകെ വടം കെട്ടിയിട്ടാണ് ഈ അപകടം ഉണ്ടായത്. അങ്ങനെയൊന്നും കെട്ടാൻ പാടില്ല. അത് ഓരോ പോലീസുകാർക്ക് അന്നേരം തോന്നുന്ന പോലെ ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഒരിടത്തും ഇതുപോലെ വടം കെട്ടാൻ പോലീസ് ശ്രമിക്കരുത്. ഇതൊരു പാഠമായിട്ട് പഠിക്കുക. അതിനൊരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട് 2018. അതുകൊണ്ട് ഈ ഒരു പരിപാടി പോലീസ് നിർത്തണം. ഇനി ഒരിടത്തും ഇതുപോലെ വടം കെട്ടരുത്. ഇനി ആൾക്കാർ കൊല്ലപ്പെടുമെന്നാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.